നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതെല്ലാം ഓഫീസിൽ കൊണ്ടുപോകുന്ന ഡ്രസ്സാ. ഇതൊന്നും വേണ്ട. ചേട്ടാ തകുതി, ഞാൻ എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. നീ തുടങ്ങിക്കോ പാക്ക് ചെയ്യാൻ. എന്തിനാ നുണ പറഞ്ഞത്? നുണ പറഞ്ഞില്ലല്ലോ. നിനക്ക് കണ്ടൂടെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചത്? ഒരു ഹണിമൂണൊക്കെ ആവുമ്പോ അതിൻ്റെതായ രീതിയിൽ ഡ്രസ്സ് വേണ്ടേ? അത് മാത്രമല്ല, ഒരാഴ്ചത്തേക്കുള്ളത് വേണ്ടേ? ഞാനത് ചോദിച്ചില്ലല്ലോ അക്കുച്ചേട്ടാ. നാളെ തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്യാനല്ലേ ചീഫ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്? പിന്നെന്തിനാ ബാലമാവനോട് നുണ പറഞ്ഞത്? അതാണോ? അത് നീ മൈൻഡ് ചെയ്യണ്ട. എന്താ അക്കുച്ചേട്ട ഒരു സീരിയസ്നെസ് ഇല്ലാതെ നിസ്സാരമായിട്ട് പറയുന്നേ? ദേ, ശ്രേയ ദേഷ്യപ്പെട്ട് പണിഷ്മെന്റ് തന്നതല്ലേ? എന്നിട്ട് ശ്രേയ തന്നെ മനസ്സ് തോന്നി അത് മാറ്റി തന്നില്ലേ? ഇനി മെഡിക്കൽ ലീവ് എന്നൊക്കെ പറഞ്ഞ് മെയിൽ ചെയ്താ ശ്രേയക്ക് അത് കൂടുതൽ ദേഷ്യാവില്ലേ? ഇത്ര നാള് ചെയ്തതിനേക്കാളും കൂടുതൽ ജോലി അക്കുച്ചേട്ടന് തന്നോണ്ടിരിക്കും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങള്? ശ്രേയയുടെ മനസ്സറിഞ്ഞ് നടക്കണം അക്കുച്ചേട്ടാ. എന്താ നീ പറഞ്ഞു വരുന്നത്? അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടൻ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്നതല്ലേ? അത് ശ്രേയക്ക് അറിയാവുന്നതും അല്ലേ? അതുപോലെ വേണമെന്നാ പറഞ്ഞത്. ഇനി ശ്രേയെ പിണക്കിയാല് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അവര്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ബാലമാമന്റെ അടുത്ത് പോയി ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് മൂന്നാർ പോകുന്നില്ല എന്ന് പറ. മൂന്നാർ ചെന്നിട്ടേ ഈ ഡ്രസ് ഇട്ടാ ഓക്കെ ആയിരിക്കില്ലേ? എന്താ അക്കുച്ചേട്ടാ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ പെരുമാറുന്ന? ഞാനല്ല മനസ്സിലാക്കേണ്ടത്, നീയാ. എന്ത്? നീ എന്തിനാ കടൽ കടന്ന് ചിന്തിക്കുന്നത്? എന്റെ ജോലിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചീഫ് എഞ്ചിനീയർ ശ്രേയക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാക്കുത്തി, ഞാനേ ഒരു ഗവൺമെന്റ് എംപ്ലോയിയാ, പ്രൈവറ്റ് ഫേമിലെ സ്റ്റാഫ് അല്ല. അവര് പറയുന്നത് കേട്ട് തല കുമ്പിട്ട് നിൽക്കാൻ. എനിക്ക് ആവശ്യമുള്ളപ്പം മെഡിക്കൽ ലീവ് എടുക്കാം. ഈ ഒരു അവസരം മിസ്സാക്കാൻ പറ്റില്ല കാക്കുത്തി. മിസ്സാക്കിയല്ലേ അതിനൊരു ഇത് കിട്ടില്ല കാക്കുത്തി. എന്ത് എന്നുവെച്ചാ? അത് ഇതെന്ന് വെച്ചാ ഇത് തന്നെ. എന്ത്? അത് എങ്ങനെ പറയും? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇത്. അത് തന്നെ. അതാ ചോദിച്ച അക്കുച്ചേട്ടാ, എന്താന്ന്? അതൊരു നമുക്കിടയിൽ ഒരു ഇത്, അല്ലാതെ വേറൊന്നുമില്ല. എന്തൊക്കെയാ അക്കുച്ചേട്ടനീ പറയുന്നത്? അത് ഇത് എന്താ? അത് നമുക്കിടയിൽ ഒരു ഇതാണെന്ന് പറഞ്ഞില്ലേ? അത് ഞാനൊരു ഡിപ്രഷനിലായിരുന്നില്ലേ? ഓഫീസിലെ ടെൻഷൻ, അങ്ങനെ പലതും. അതൊക്കെ മാറണ്ടേ? മാറ്റിയെടുക്കണ്ടേ? അതിന് മൂന്നാർ പോയാ എല്ലാം മാറോ? പിന്നെ മാറും. മൂന്നാറിലെ ക്ലൈമറ്റും കാഴ്ചയും എല്ലാം നമ്മളെ മാറ്റിയെടുക്കും. അടിപൊളിയായിരിക്കും. എനിക്ക് മൂന്നാർ വരാൻ തോന്നുന്നില്ല. അത് നീ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്നോണ്ടാ. നീ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ അടിച്ചു പിടിച്ച് പോയിട്ട് വരാന്നേ. ഞാനില്ല. വരുന്നില്ലേ? ആ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ നീ വരുന്നില്ലെന്നുള്ള കാര്യം ഞാൻ അച്ഛനോട് പറയില്ല. ഇല്ല, ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞാലേ എനിക്ക് പോവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയും. അതൊന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല കാക്കുത്തി. എന്നാ നീ പോയി പറ അച്ഛനോട് മൂന്നാർ പോകുന്നില്ല എന്ന്. പറ, പോയി പറ. ശരി അക്കുച്ചേട്ടാ, ഞാൻ തന്നെ പറയാം. അതെ കാക്കുത്തി, നിക്ക്. എനിക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. ഞാൻ മൂന്നാറിൽ വെച്ച് പിന്നെ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയില്ലേ? എനിക്കങ്ങനെ ഒരു പേടിയൊന്നുമില്ല. പേടിയില്ലെങ്കിൽ എന്നോട് വന്നെന്താ? നീ ഇപ്പൊ പോയി അച്ഛനോട് വരുന്നില്ല എന്ന് പറഞ്ഞ അച്ഛൻ എത്രമാത്രം സങ്കടവും. അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചിരുന്ന നീ ഇക്കാര്യം അനുസരിച്ചില്ല എന്ന് പറഞ്ഞ അച്ഛന്റെ അവസ്ഥ എന്താവും? ആലോചിച്ച് നോക്ക് കാക്കുത്തി.
ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അച്ഛൻ അത്രയും സങ്കടമാവും. അപ്പോ നീ പറഞ്ഞാലോ? ഹാ. അച്ഛനു വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? ആ കുഞ്ഞു മനസ്സ് നമ്മളായിട്ട് വേദനിപ്പിക്കണോ കാക്കോത്തി? പറ. ഓർത്തിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. നമ്മൾ ഒരാഴ്ച മൂന്നാറിൽ പോയി വന്ന ജീവിതകാലം മുഴുവൻ അച്ഛന് സന്തോഷമായിരിക്കും. അച്ഛന് വേണ്ടി നമുക്ക് പൊക്കിയുടെ കാക്കോത്തി. നിന്റെ പിടിവാശി മാറ്റിവെക്കേ പ്ലീസ്. ആലോചിക്കുക കാക്കുത്തി, ആലോചിക്ക. അച്ഛനെ വേദനിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്ക. നമ്മളായിട്ട് എന്തിനാ കാക്കുത്തി അച്ഛനെ പാവം കരയിപ്പിക്കുന്നത്? അച്ഛനെ കരയിപ്പിക്കണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ചെന്ന് പറ മൂന്നാർ പോകുന്നില്ലെന്നു. അച്ഛൻ കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ സന്തോഷത്തിനായി നമുക്ക് അച്ഛനെ കരയിപ്പിക്കാം. അല്ല കാക്കുത്തി, നിന്റെ ഡ്രസ്സ് ഞാനെടുത്ത് വെക്കണോ അതോ നീ എടുത്ത് വെക്കോ? ഞാനെടുത്ത് വെച്ചോളാം. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ പെട്ടി പാക്ക് ചെയ്യട്ടെ?